കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 പേജസ് ഓഫ് വണ്ടേഴ്സിലെ ഫുൾ ആക്ടിവിറ്റീസ് വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് വീഡിയോ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി നമ്പർ 1, ലുക്ക് അറ്റ് ദ പോസ്റ്റർ, പ്രിപ്പയർ എ സിമിലർ ഡിജിറ്റൽ പോസ്റ്റർ ടു പ്രൊമോട്ട് റീഡിംഗ്. ഓക്കെ, അപ്പം ഈ പോസ്റ്ററിലേക്ക് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. സിമിലർ ഡിജിറ്റൽ പോസ്റ്റർ, ഡിജിറ്റലായിട്ട് ഓൺലൈനായിട്ട് നിങ്ങളോട് പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓൺ പ്രൊമോട്ടിംഗ് റീഡിംഗ്, വായനയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ. അപ്പം അവരൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പിക്ചേഴ്സും ഉണ്ട്, സെൻറ്റൻസുകളും ഉണ്ട്. ഓക്കെ, റീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം വേൾഡ് ബുക്ക് ഡേ April 23 എന്ന് പറഞ്ഞിട്ട് ഒരു ഇമേജ് കുട്ടികളെല്ലാവരും സന്തോഷത്തോടെ ഈ ഡേനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബുക്സിൻ്റെ ഇമ്പോർട്ടൻസ്, ലൈഫിൽ ബുക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് 2-3 സെൻറ്റൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ബുക്സ് ദ ബെസ്റ്റ് കമ്പനി യു ക്യാൻ കീപ്. ബുക്സ് എന്ന് പറയുന്നത് ബെസ്റ്റ് കമ്പനിയാണ്, നമ്മുടെ കൂടെ നിർത്താൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ് ബുക്സ് എന്ന് പറയുന്നത്. ബുക്സ് ഒരിക്കലും നമ്മുടെ ലൈഫിൽ ചതിക്കുകയില്ല. ഓക്കെ, ബുക്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ മൈൻഡ്, ഹാർട്ട് ആൻഡ് സോൾ. ബുക്സ് എന്തിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്? നമ്മുടെ മനസ്സിന്, അതേപോലെ നമ്മുടെ ഹൃദയത്തിന്, അതേപോലെ നമ്മുടെ ആത്മാവിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബുക്സ് എന്ന് പറയുന്നത്. ഓപ്പൺ ദ ബുക്ക് ആൻഡ് സ്റ്റെപ്പ് ഇൻ ടു അനദർ വേൾഡ് എന്നുള്ളൊരു സെൻറ്റൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. പുസ്തകം തുറന്നിട്ട് നമ്മൾ വേറൊരു ലോകത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റോറീസ് ആവാം, കവിതകളാവാം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ലോകത്തേക്കാണ് പോകുന്നത്. അതാണ് ഇവിടെ മീൻ ചെയ്തേക്കുന്നത്. ഓപ്പൺ ദ ബുക്ക് ആൻഡ് സ്റ്റെപ്പ് ഇൻ ടു അനദർ വേൾഡ്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പം നമ്മളോട് വേറെ പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റർ എന്താണെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഫസ്റ്റ് നോക്കാം. വാട്ട് ഈസ് പോസ്റ്റർ? പോസ്റ്റർ ആർ മെയ്ഡ് ഇൻ ലാർജ് ഷീറ്റ് ഓഫ് പേപ്പർ. പോസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒരു ക്വാർട്ടർ ഷീറ്റ് ഓഫ് ചാർട്ട് പേപ്പറിലാണ് ഉണ്ടാക്കുന്നത്. ഓഫൺ ഡിസ്പ്ലേഡ് ഇൻ പബ്ലിക്. അത് എന്താണ് ചെയ്യുന്നത്? പൊതുവായിട്ട് പബ്ലിക്കിന് കാണുന്ന രീതിയിലാണ് അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡിസൈൻ ടു ക്യാച്ച് ഇത് ഐ ആൻഡ് കൺവേ ഇൻഫർമേഷൻ. അത് മറ്റുള്ളവരുടെ കണ്ണിൽ ഒടക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾ അതിലേക്ക് എന്താ പറയുക, സ്റ്റിക്ക് ഓൺ ചെയ്യണം. അതേപോലെ ആ പോസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യണം. ഓക്കെ, അതായിരിക്കണം പോസ്റ്റർ. അപ്പോൾ അതൊരു ക്വാർട്ടർ ഷീറ്റ് പേപ്പറിലാണ് അത് പൊതുവായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സാധനമാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് കൺവേ ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ഇൻഫോർമേഷനും അതിൽ വേണം. പോസ്റ്റർ വിൽ കണ്ടെയ്ൻ ടെക്സ്റ്റ് ആൻഡ് ഇമേജസ്. നമുക്ക് സെൻറ്റൻസുകളും ഇമേജുകളും അതിൽ കൊടുക്കാൻ പറ്റും. എന്തിന്? ഇമേജ് മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് കൺവേ എ മെസ്സേജ് ഓർ പ്രൊമോട്ട് സംതിങ് സച്ച് ആസ് ഇവന്റ്, പ്രൊഡക്റ്റ് ഓർ ഐഡിയാസ്. ഓക്കെ, ഇതാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോടൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് പറയാം. ഇതൊരു ഷീറ്റ് ഓഫ് ചാർട്ട് പേപ്പറാണ്. അതിൽ നമുക്ക് നോക്കിയാൽ കാണാം ഡിഫറെൻറ്റ് ഇമേജസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ സെൻറ്റൻസുകളും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ June 5th. അപ്പം വേൾഡ് എൻവിറോൺമെൻറ്റൽ ഡേക്ക് വേണ്ടിയിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ എന്നാണ് June 5th എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചാർട്ടിൽ തന്നെ ഓരോ സെക്ഷനായിട്ട് ഈ എൻവിറോൺമെൻറ്റൽ ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്, സേവ് വാട്ടർ. അപ്പോൾ വാട്ടർ നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിലുള്ള ആൾക്കാർക്കും ജീവിക്കാനുള്ളൊരു ആവശ്യമായിട്ടുള്ള ഒരു ഇതാണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും വാട്ടർ അനാവശ്യമായിട്ട് ടാപ്പ് തുറന്നിട്ട് വേസ്റ്റ് ആക്കരുത് എന്നാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ 2 വേസ്റ്റ് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഡ്രൈ വേസ്റ്റ്, വെറ്റ് വേസ്റ്റ്. അപ്പം ഉണങ്ങിയ വേസ്റ്റുകൾ ഇവിടെ, നനഞ്ഞിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഈ ഡസ്റ്റ്ബിന്നിലും ഇടാം. അപ്പം നമ്മൾ വേസ്റ്റുകൾ ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ തന്നെ അവിടെ ഇവിടെ എല്ലാം ഇപ്പം മുട്ടായി തിന്നിട്ട് അവിടെ ഇവിടെയും വലിച്ചെറിയാതെ ഇതേപോലത്തെ ഡസ്റ്റ്ബിൻ കണ്ടു കഴിഞ്ഞാൽ അതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയിലേക്ക് അനാവശ്യമായി
അനാവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക്കിൽ തള്ളില്ല. ഓക്കെ, അത് കാരണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ എന്തെങ്കിലും കഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിൻ്റെ കവറോ വേസ്റ്റ് ഒക്കെ എപ്പോഴും എന്ത് ചെയ്യണം, ഡ്രൈ വേസ്റ്റ് അല്ലെങ്കിൽ വെറ്റ് വേസ്റ്റ് ബിന്നിൽ ഇടണം. അങ്ങനെ അത് പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ പോർഷൻ. പിന്നെ നമുക്ക് കാണാം മരത്തിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ട് സേവ് ട്രീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. മരം നമുക്കറിയാം എത്രത്തോളം എർത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രീ എന്നുള്ളത്. ഈ ട്രീയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ്, പക്ഷികൾ, പിന്നെ ചെറിയ ചെറിയ പ്രാണികൾ, അവരെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിലാണ്, ട്രീസിലാണ്. അതേപോലെ ഫ്രൂട്ട്സ്, ട്രീസിലുണ്ടാകുന്ന ഫ്രൂട്ട്സ് ആണ് ഡിഫറെൻറ്റ് ആനിമൽസ്, ഓരോരോ മൃഗങ്ങൾ തിന്നിട്ട് അവർ ജീവിക്കുന്നത്. അപ്പം ഒരിക്കലും മരം നമ്മൾ മുറിച്ച് കളയോ ചെയ്യരുത്. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന മരത്തൈകളോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന മരത്തൈകളോ അങ്ങനത്തെ മരത്തൈകളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ഉള്ള സ്ഥലങ്ങളിൽ നട്ട് വളർത്തണം. ഓക്കെ, അത് ഭൂമിക്ക് നല്ലതാണ്. ഓക്കെ, അപ്പം ഇതൊരു എക്സാമ്പിളായിട്ട്, പോസ്റ്റർ മേക്കിങ്ങിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നുള്ളൂ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ആക്ടിവിറ്റി 2, നീനു സോ ചിൽഡ്രൻ ഗോയിങ് ഇൻ എ സ്കൂൾ ബസ്, റൈറ്റ് ഹെർ തോട്ട്സ്. അപ്പം നീനു, ഈ മാലിന്യ കൂമ്പാരത്തിൽ താമസിക്കുന്ന കുട്ടികളിൽ ഒരാളാണ് നീനു. അപ്പം നീനു എന്ത് കണ്ടു, മറ്റുള്ള കുട്ടികൾ സ്കൂൾ ബസ്സിൽ പോകുന്നത് കണ്ടു. അപ്പം അവളുടെ മനസ്സിൽ കുറച്ച് ചിന്തകൾ വന്നു. ഓക്കെ, അപ്പം ആ ചിന്തകൾ എന്തായിരിക്കും എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എഴുതണം. അപ്പം ഇവിടെ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ടിങ് അവർ തന്നിട്ടുണ്ട്, ഹൗ ലക്കി ദേ ആർ. അപ്പം നീനു പറയാണ് അവരെന്തോരം ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. ഓക്കെ, ദേ ക്യാൻ ഗോ ടു സ്കൂൾ എവറി ഡേ. അവർക്ക് സ്കൂളിലേക്ക് എല്ലാ ദിവസവും പോകാനുള്ളൊരു അവസരം അവരുടെ ജീവിതത്തിലുണ്ടെന്ന് നീനു ചിന്തിക്കുകയാണ്. They will have good teachers and friends. അവർക്ക് നല്ല ടീച്ചേഴ്സും നല്ല ഫ്രണ്ട്സും ഉണ്ടല്ലോ എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്. They can enjoy studying. അവർക്ക് സന്തോഷത്തോടെ പഠിക്കാമല്ലോ. When will me and my friends get a chance to go to school? അപ്പം നീനു വിചാരിക്കുകയാണ്, എനിക്കും എൻ്റെ കൂടെയുള്ള ഈ കൂട്ടുകാർക്കും എപ്പോഴാണ് ഒന്ന് സ്കൂളിൽ പോകാനുള്ള ഒരു ചാൻസ് കിട്ടുക എന്നാണ് നീനു മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോട്ട്സ് നീനുവിൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ടാകും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 3, some sentences from the story are given below. കുറച്ച് സെൻറ്റൻസുകൾ സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 1, 2, 3, 4, 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. The words are jumbled. അപ്പോൾ ഓരോ സെൻറ്റൻസിലും ഇങ്ങനെ ജംബിൾ ചെയ്തിട്ടാണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ സെൻറ്റൻസ് അല്ല തന്നിരിക്കുന്നത്. റീഅറേഞ്ച് ദ വേർഡ്സ് ടു മേക്ക് മീനിങ്ഫുൾ സെൻറ്റൻസ്. അപ്പം നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഈ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആക്കി മാറ്റാനാണ് ഇവിടുത്തെ ആക്ടിവിറ്റി. അപ്പം ഇത് നമ്മൾക്ക് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ കൂട്ടുകാർ എന്ത് ചെയ്യണം, 1, 2 പ്രാവശ്യം ഒച്ചത്തിൽ തറോ ആയിട്ട് ലെസൺ വായിക്കണം. അപ്പോൾ നമുക്ക് ഈ എക്സസൈസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. വോർ, ഷീ, ദുപ്പട്ട, റെഡ്, എ. അപ്പോൾ ഇതിൽ നിന്ന് ഇതൊരു ജംബിൾഡ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് അല്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവാം, ഷീ എന്ന് പറയുന്ന ഒരാള്, വോർ, പിന്നെ ദുപ്പട്ട, പിന്നെ റെഡ്. അപ്പോൾ ദുപ്പട്ട, ഷോള്, റെഡ് കളറായിട്ടുള്ള ഷോള് ഒരു സ്ത്രീ ധരിച്ചു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം അതിനെ, ഷീ വോർ എ റെഡ് ദുപ്പട്ട. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഷീ ടു ദം വി മീറ്റ് നെക്സ്റ്റ് പ്രോമിസ്ഡ്. അപ്പോൾ ആരോ ഒരാൾ നെക്സ്റ്റ് വീക്ക് മീറ്റ് ചെയ്യാന്നുള്ളത് പ്രോമിസ് ചെയ്തു എന്നുള്ളതാണ് ഈ സെൻറ്റൻസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് പ്രോപ്പറായിട്ട് എഴുതുക, ഷീ പ്രോമിസ്ഡ് ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക്. ഓക്കെ, സ്റ്റാർട്ടഡ് ദീദി എവറി കമ്മിങ് ഡേ. അപ്പോൾ ഇത് ജംബിൾഡ് ആണ്, നമുക്കൊന്ന് നോക്കാം എങ്ങനെ എഴുതാന്ന്. ദീദി സ്റ്റാർട്ടഡ് ടു കം എവറി ഡേ. ക്ലോസർ ദ ചിൽഡ്രൻ ക്യൂരിയസ് ആൻഡ് ഇഞ്ച്ഡ് വെയർ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ദ ചിൽഡ്രൻ വെയർ ക്യൂരിയസ് ആൻഡ് ഇഞ്ച്ഡ് ക്ലോസർ. ഓക്കെ, നെക്സ്റ്റ് കുഡ് ബസ് നമ്പർ ദ ചിൽഡ്രൻ നൗ ഇത് റീഡ്. അതെങ്ങനെ എഴുതാം, ദ ചിൽഡ്രൻ കുഡ് റീഡ് ദ ബസ് നമ്പർ നൗ. ഈ സെൻറ്റൻസുകളൊക്കെ അതേപോലെ ആ സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടേക്കുന്നതാണ്. അപ്പോൾ സ്റ്റോറി കറക്റ്റായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 4,
Look at the words underlined in the following sentence. ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ്സുകളെ നോക്കാനാണ് പറയുന്നത്. Here at and for add meaning to the sentence. അപ്പോൾ at to for എന്താ ചെയ്യുന്നത്? Add meaning to this സെന്റൻസിന് മീനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അറ്റും ഫോർ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമുക്കത് വായിച്ചു നോക്കാം. ഷീ സ്മൈൽഡ് അറ്റ് ദ ചിൽഡ്രൻ. അവൾ കുട്ടികളോട് ചിരിച്ചു. ഓക്കെ, കുട്ടികളോട് ചിരിച്ചു. ഷീ സ്മൈൽഡ് അറ്റ് ദ ചിൽഡ്രൻ. ഷീ സെർച്ച്ഡ് ഫോർ ഹർ അഡ്രസ്. they searched for her address. അവർ അവളുടെ അഡ്രസ്സിന് വേണ്ടി അന്വേഷിച്ചു. ഓക്കെ. Look at the picture and fill in the sentence with suitable words from the bracket. ഈ പിക്ചർ നോക്കിയിട്ട് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ സെന്റൻസുകൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വേർഡ്സ് ഫസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് അതിൻ്റെ മീനിങ് എന്ന്. ഓവർ. ഓവർ എന്ന് പറഞ്ഞാൽ മേലക്കൂടെ. മേലക്കൂടെ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ജംപ്ഡ് ഓവർ എന്ന് പറയുന്നത് മേലക്കൂടെ എന്നർത്ഥമാണ്. അണ്ടർ. അണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനത്തിന്റെ അടിയിലിരിക്കുന്നതിനെയാണ് അണ്ടർ എന്ന് പറയുക. ഓക്കെ. ഇപ്പൊ ടേബിളിന്റെ അടിയിലാണ് ക്യാറ്റ് എങ്കിൽ അതിന് ക്യാറ്റ് സിറ്റിംഗ് അണ്ടർ ദ ടേബിൾ എന്നാണ് പറയുക. പിന്നെ ഇൻ ഫ്രണ്ട് ഓഫ്. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഈ കുട്ടി ഈ ടേബിളിന്റെ മുന്നിൽ നിൽക്കുന്നതാണ്. അതിനെ നമ്മൾ എന്ത് പറയുക? ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറയും. ബിസൈഡ്സ്. ബിസൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടേബിളിന്റെ അടുത്താണ് ചെയർ. അപ്പം ബിസൈഡ്സ് ദ ചെയർ ഇസ് ബിസൈഡ്സ് ദ ടേബിൾ. അടുത്ത് നിൽക്കുന്നതിനെയാണ് ബിസൈഡ്സ് എന്ന് പറയാം. ഇനി അടുത്ത വേർഡ് ബിറ്റ്വീൻ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ദിസ് ബോൾ ഇസ് ബിറ്റ്വീൻ ദ ടു ടേബിൾസ്. അപ്പം രണ്ട് സാധനങ്ങളുടെ നടുക്കിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബിറ്റ്വീൻ എന്ന് പറയാം. അപ്പം നമുക്ക് ഇവിടുത്തെ ഇതൊന്ന് നോക്കാം. ദിസ് ഇസ് സിംനുസ് റൂം. സിംനു ഈസ് സ്റ്റാൻഡിങ് ഡാഷ് ദ ടേബിൾ. സിംനു എവിടെയാണ് നിൽക്കുന്നത്? ഈ ടേബിളിന്റെ മുൻഭാഗത്താണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് വരിക? ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. ഓക്കെ. ഹെർ ബോൾ ഇസ് ഡാഷ് ടു ടേബിൾസ്. സിംനുവിന്റെ ബോൾ ഡാഷ് ടു ടേബിൾസ് ആണ്. അപ്പൊ എന്താണ്? രണ്ടിന്റെ നടുക്കിൽ എന്ന് വരുന്നതിന്റെ അർത്ഥം വരുന്നത് എന്താണ്? ബിറ്റ്വീൻ ആണ്. ബിറ്റ്വീൻ ദ ടു ടേബിൾസ്. Her pet rabbit is jumping dash the table. അവളുടെ പെറ്റ് റാബിറ്റ് എങ്ങോട്ടാണ്? ഓവർ ദി ടേബിൾ. ടേബിളിന്റെ മേലെ കൂടിയാണ് ചാടുന്നത്. അപ്പം ഓവർ ദ ടേബിൾ. ഹെർ കാറ്റ് ഇസ് ലൈങ് ഡാഷ് ദ ടേബിൾ. സിംനുവിന്റെ കാറ്റ് എവിടെയാണുള്ള കിടക്കുന്നത്? അണ്ടർ ദ ടേബിൾ. ടേബിളിന്റെ അടിയിലാണ് കിടക്കുന്നത്. ഓക്കെ. കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോവാം. ആക്ടിവിറ്റി നമ്പർ 5. റീഡ് ദ ഫോളോയിങ് ന്യൂസ് റിപ്പോർട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. ഇവിടെ നമുക്കൊരു ന്യൂസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ശാന്തി MV ഈസ് ഓൺ എ റീഡിംഗ് സ്പെയർ. കാഞ്ഞങ്ങാട്. A voracious reader, Shanti, is living with a rare disorder, making it difficult for her to walk. അപ്പം ഒരു നല്ലൊരു റീഡറാണ് ശാന്തി. പക്ഷെ ശാന്തിക്കൊരു റെയർ ആയിട്ടുള്ളൊരു അസുഖമുണ്ട്, ഡിസോർഡർ ഉണ്ട്. അത് കാരണം എന്താണ്? ശാന്തിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഓക്കെ. ഷീ ഹാസ് ബീൻ ബെഡ് റിഡൻ ഫോർ പാസ്റ്റ് 25 years. കഴിഞ്ഞ 25 വർഷമായിട്ട് ശാന്തി ബെഡിൽ തന്നെയാണ്. അവർക്ക് നടക്കാൻ പറ്റാതെ ബെഡ് റെസ്റ്റ് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇൻ സ്പൈറ്റ് ഓഫ് ദിസ് ഡിസീസ് ഷീ ലവ്സ് റീഡിങ്. ഈ അസുഖം ഉണ്ടെന്ന് വെച്ചാലും അവൾക്ക് വായിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. സിറ്റിംഗ് ഇൻ ബെഡ് ഷീ ഹാസ് റെഡ് മോർ ദാൻ 2000 ബുക്സ് ആൻഡ് റിവ്യൂഡ് ദം. അപ്പം ഇവൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അവൾ എന്ത് ചെയ്യുന്നുണ്ട്? ശാന്തി ബെഡിൽ ഇരുന്നു കൊണ്ട് 2000 ബുക്സ് വായിക്കുകയും ആ ബുക്സിനെ റിവ്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഷീ സേസ് ഹാപ്പിലി. സന്തോഷത്തോടെ അവളത് പറയുന്നുണ്ട്. മൈ ഫാദർ സിവിക് കോടക്കാട്. അവളുടെ ഫാദറാണ് സിവിക് കോടക്കാട്. ഈസ് ദ പേഴ്സൺ ഹു ലെഡ് മീ ടു ദ വണ്ടർഫുൾ വേർഡ് ഓഫ് റീഡിങ്. അപ്പൊ അവളുടെ ഫാദറാണ് ഇവളെ ഈ ഒരു റീഡിങ് എന്നൊരു ഹാബിറ്റ് വളർത്തിയെടുക്കാൻ സഹായിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. ഹി ഓൾസോ മോട്ടിവേറ്റഡ് മീ ടു റൈറ്റ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് എഴുതാനും അവളുടെ ഫാദറാണ് അവളെ ഹെൽപ്പ് ചെയ്തത്. ശാന്തിയുടെ ബയോഗ്രഫി. ഹെർ ബയോഗ്രഫി ഈസ്
read, read and forget pain. Read, read and forget pain എന്നുള്ളതാണ് ശാന്തിയുടെ ബയോഗ്രഫിയുടെ പേര്. Was included in the textbook as a motivational story. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്സിലൊക്കെ വന്നിട്ടുണ്ട്. ശാന്തിയുടെ ഓട്ടോബയോഗ്രഫി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു മോട്ടിവേഷണൽ സ്റ്റോറി ആയിട്ട് പുസ്തകങ്ങളിൽ വന്നിട്ടുണ്ട്. She has a collection of more than 400 letters from famous writers. ശാന്തിയുടെ കയ്യിൽ 400 ലെറ്റേഴ്സ്, ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിന് എഴുതിയിട്ടുള്ള 400 ലെറ്റേഴ്സിന്റെ കളക്ഷൻ ശാന്തിയുടെ കയ്യിലുണ്ട്. ഷീ ഹാസ് റിസീവ്ഡ് ന്യൂമറസ് അവാർഡ്സ്. അവര് ഒരുപാട് അവാർഡുകൾ റിസീവ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് ഇത് സർഗപ്രതിഭ നാഷണൽ അവാർഡ്. അതിലൊരെണ്ണമാണ് സർഗപ്രതിഭ നാഷണൽ അവാർഡ്. ഹെർ നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ്, അവരുടെ നോട്ടബിൾ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഗുളിക വരച്ച ചിത്രങ്ങൾ ആൻഡ് കാൽവരിയിലെ മാലാക. ഇത് രണ്ടുമാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്. അപ്പം നമുക്ക് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ഇത് ന്യൂസ് റിപ്പോർട്ട് അബൌട്ട്? ന്യൂസ് റിപ്പോർട്ട് എന്തിനെ കുറിച്ചായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ദ ന്യൂസ് റിപ്പോർട്ട് വാസ് അബൌട്ട് വൊറേഷ്യസ് റീഡർ ശാന്തി വിത്ത് എ റെയർ ഡിസോർഡർ മേക്കിംഗ് ഹെർ ഡിഫിക്കൽട്ട് ടു വാക്ക്. അപ്പം ഒരു വായനക്കാരിയായ ശാന്തിയെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. അപ്പം അവർ അത്രയും നന്നായിട്ട് വായിക്കുമെങ്കിലും അവർക്കൊരു ഡിസോർഡർ ഉണ്ടായിരുന്നു, അവർക്ക് നടക്കാൻ പറ്റിയിരുന്നില്ല. ഓക്കെ, വാട്ട് ഈസ് ശാന്തിസ് പ്രോബ്ലം? ശാന്തിക്ക് എന്തായിരുന്നു പ്രോബ്ലം, എന്തായിരുന്നു പ്രശ്നം? ഷീ ഹാഡ് എ റെയർ ഡിസോർഡർ, ഡിഫിക്കൽറ്റി ടു വാക്ക്, അവർക്ക് നടക്കാൻ സാധിക്കുകയായിരുന്നില്ല. വേർ ഈസ് ദ ന്യൂസ് റിപ്പോർട്ട് ഫ്രം? ന്യൂസ് റിപ്പോർട്ട് എവിടെ നിന്നാണ്, ഈ ന്യൂസ് എവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ദ ന്യൂസ് റിപ്പോർട്ട് വാസ് ഫ്രം കാഞ്ഞങ്ങാട്. അത് നമുക്ക് അവിടെ ന്യൂസ് റിപ്പോർട്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ പ്ലേസ് കൊടുത്തിട്ടുണ്ടാവും, പിന്നെ ആരാ റിപ്പോർട്ട് ചെയ്തതെന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഇതില് പ്ലേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കാഞ്ഞങ്ങാട്. വാട്ട് മേജർ അവാർഡ് ഡിഡ് ശാന്തി റിസീവ്? എന്തൊക്കെ അവാർഡുകളാണ് ശാന്തി റിസീവ് ചെയ്തിരിക്കുന്നതെന്ന്. ഒരുപാട് അവാർഡുകൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അവാർഡാണ് സർഗപ്രതിഭ നാഷണൽ അവാർഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഹൂ മോട്ടിവേറ്റഡ് ശാന്തി? ആരാണ് ശാന്തിനെ റീഡിങ്ങിലേക്ക് റൈറ്റിംഗിലേക്കും അവരെ പ്രചോദനപ്പെടുത്തിയത് എന്നാണ് ക്വസ്റ്റ്യൻ. ഹർ ഫാദർ സിവിക് കോടക്കാട്. ഓക്കെ, അവരുടെ ഫാദർ സിവിക് കോടക്കാടാണ് അവരെ റീഡിങ്ങിലും റൈറ്റിംഗിലേക്കും അവരെ മോട്ടിവേറ്റ് ചെയ്തത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഹെർ ഇമ്പോർട്ടൻറ്റ് വർക്ക്? ശാന്തി എന്ന് പറയുന്ന ആളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അതിലൊരെണ്ണമാണ് ഹെർ ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇൻക്ലൂഡ് ഗുളിക വരച്ച ചിത്രങ്ങൾ ആൻഡ് കാൽവരിയിലെ മാലാക. ഇത് രണ്ടുമാണ് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്. പിന്നെ അവരുടെ ബയോഗ്രഫി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. റീഡ്, റീഡ് ആൻഡ് ഫോർഗെറ്റ് പെയിൻ. വായിച്ച് നമ്മുടെ വേദന മറക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി നമ്പർ 6, ക്രിയേറ്റ് യുവർ ഓൺ ബുക്ക്. കൂട്ടുകാരോട് സ്വന്തമായിട്ടൊരു ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ക്രിയേറ്റ് എ സിമ്പിൾ ഇലിസ്ട്രേറ്റഡ് ബുക്ക് ഫോർ യുവർ ഓൺ. സ്വന്തമായിട്ടൊരു സിമ്പിളായിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കാനാണ് പറയുന്നത്. യു ക്യാൻ ഡ്രോ സ്യൂട്ടബിൾ പിക്ചേഴ്സ് ആൻഡ് കളർ ദം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരച്ചിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ തീമൊക്കെ കൊടുത്തിട്ട് ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് അത് കളർ ചെയ്യാം. വാട്ട് സ്റ്റോറീസ് യു വിൽ ആഡ് ഇൻ യുവർ ബുക്ക്? നിങ്ങൾക്ക് എന്ത് തരം സ്റ്റോറീസ് ആണ് ആ ബുക്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിക്കുന്നത്. പിന്നെ വിൽ ഇറ്റ് ബി പിക്ചർ സ്റ്റോറീസ്? ചിത്രകഥയാണോ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ട്. വിൽ യു ഇൻക്ലൂഡ് പോയംസ്? കവിതകൾ അതിൽ കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഹൗ വിൽ യു ഡിസൈൻ ദ കവർ? ആ ബുക്കിന്റെ പുറം ചട്ട നിങ്ങൾ എങ്ങനെ ഡിസൈൻ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രിപ്പയർ ദ സ്റ്റോറി ബുക്ക് ആൻഡ് പ്രസന്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് വെക്കേഷൻ ടൈം, ഇപ്പോൾ ഓണം വെക്കേഷനൊക്കെ എക്സാം കഴിഞ്ഞ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വെക്കേഷൻ ടൈം, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ഒക്കെ നിങ്ങൾക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ബുക്ക് ഉണ്ടാക്കാം. അതിലൊരു പുറംചട്ട ഉണ്ടാക്കാം. പിന്നെ A4 ഷീറ്റ്, ഓരോ A4 ഷീറ്റിൽ നിങ്ങളുടെ കഥാചിത്രങ്ങളും കവിതകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളൊക്കെ
ഓരോന്നിൽ വരച്ച് വരച്ച് അതിനൊരു ബുക്കാക്കി മാറ്റുക. എന്നിട്ട് എല്ലാ പേജസും കൂടെ ഒരുമിച്ച് വെച്ച് ആ പുറംചട്ടയും കൂടെ വെച്ച് അതിനെ സ്റ്റാപ്ലർ ചെയ്യുകയോ അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുകയോ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ചെറിയ ബുക്കാക്കി മാറ്റിയിട്ട് അത് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്ത വർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ആയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയും അവരായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്രാഫ്റ്റ് കോർണർ ആണ്. ഡിസൈൻ ബുക്ക് മാർക്സ് യൂസിങ് ചാർട്ട് പേപ്പർ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പം ഇവിടെ ഡിസൈൻ ബുക്ക് മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ. ബുക്ക് മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മളൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ആ ബുക്ക് എന്ന് പറയുന്ന ഒരു ലോങ് സ്റ്റോറി ബുക്കാണ്. അപ്പം അതിൽ 200-300 പേജസ് ഉള്ള ബുക്കാണ്. അപ്പം നമുക്കത് ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ചിലപ്പോൾ നമുക്ക് വായിച്ച് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ പകുതി വായിച്ചു കഴിയുമ്പോൾ ആ വായിച്ചു കഴിയുന്ന പേജ് മടക്കി വെക്കാതെ ഇതേപോലത്തെ ബുക്ക് മാർക്സ് ഇവിടെ കൊടുത്തിരിക്കുന്ന ബുക്ക് മാർക്ക് യൂസ് ചെയ്ത് ആ ബുക്കിൻ്റെ നടുവിൽ വായിച്ച അത്രയും അവിടെ വെക്കുക. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ ബുക്ക് മാർക്കിൻ്റെ അവിടെ നിന്ന് പിന്നീട് നിങ്ങൾക്ക് തുടർന്ന് ആ ബുക്ക് വായിച്ച് തീർക്കാവുന്നതാണ്. അപ്പം എന്തിനാണ് ഇപ്പോൾ ബുക്ക് മാർക്ക് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ വായിക്കുന്ന സമയത്ത് പകുതി വായിച്ചു കഴിയുമ്പോൾ അത് മാർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ബുക്ക് മാർക്സ്. ഓക്കെ, The children loved the books. അപ്പം കൂട്ടുകാർക്ക് ബുക്കുകൾ ഇഷ്ടമാണ്. They didn't want to spoil it by folding the pages. അപ്പോൾ കുട്ടികൾക്ക് ബുക്ക് ഇഷ്ടമാണെങ്കിൽ അവർ എന്ത് ചെയ്യും? ബുക്ക് വായിക്കും. അപ്പോൾ വായിച്ച് പകുതിയാകുമ്പം അവർക്ക് പേജ് മടക്കി വെച്ചിട്ട് അത് ആ പേജ് നഷ്ടപ്പെടുത്തി കളയാൻ അവർക്ക് താല്പര്യമില്ല. So they decided to make bookmarks. അപ്പോൾ അവരെന്ത് തീരുമാനിച്ചു? ഇതേപോലത്തെ ബുക്ക് മാർക്സ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. Help them to make beautiful bookmarks. അപ്പോൾ ബ്യൂട്ടിഫുൾ ബുക്ക് മാർക്സ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സം സാമ്പിൾസ് ആർ ഗിവൺ ബിലോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് സാമ്പിൾസ്. അപ്പം നിങ്ങൾക്ക് കട്ടിയുള്ള ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ്ബോർഡ് ഷീറ്റ് അതേപോലത്തെ ഷീറ്റുകൾ എടുത്തിട്ട് അതിൽ ഇതേപോലത്തെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂണിൻ്റെ ചിത്രം വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കഥയിൽ ഇഷ്ടമുള്ള ഫേവറേറ്റ് ക്യാരക്ടറിൻ്റെ ചിത്രം വരയ്ക്കാം. എന്നിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് നമുക്കത് ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കൂട്ടുകാർക്ക് അത് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതേപോലെ ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ബുക്ക് മാർക്സ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടേക്ക് എ സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ ആസ് ഷോൺ ഇൻ പിക്ചർ 1. ഇപ്പോൾ പിക്ചർ 1 നമ്മളൊരു സ്ക്വയർ ഷീറ്റ് പേപ്പർ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു A4 ഷീറ്റ് എടുക്കാം. അപ്പോൾ സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കണം, എന്നാലാണ് നമുക്ക് ഇതേപോലെ കറക്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം സ്ക്വയർ ഷീറ്റ് എടുക്കുക. Put the paper as shown in picture 2. എന്നിട്ട് ഈ സ്ക്വയർ ഷീറ്റിനെ കുറച്ച് ടിൽറ്റ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിൽ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Fold the paper as shown in figure 3. ഫോൾഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എൻഡിൽ X എന്നും കൊടുക്കുക, ഈ എൻഡിൽ Y എന്നും കൊടുക്കുക. എന്നിട്ട് ഈ സെൻറ്ററിൽ കൂടെ ഒരു വര വരയ്ക്കുക. എന്നിട്ട് ഈ Yനെ Xലേക്ക് മടക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Now your paper will be shown in figure 4. മടക്കി കഴിയുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ സൈസിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, ഫോൾഡ് Y part down to touch the base. Mark left and right corner of the base as P and Q as shown in figure. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് മടക്കുമ്പം എന്ത് ചെയ്തു? ഒരു ട്രയാങ്കിൾ പോലെ കിട്ടി. അപ്പോൾ ഈ ട്രയാങ്കിൾ പോലെ കിട്ടിയതിൻ്റെ ഈ എൻഡിൽ നിന്ന് Y നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് ഇവിടെ ഒരു മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മടക്കുക. ഓക്കെ, നൗ ഫോൾഡ് ഇത് കോർണർ P to touch X as shown in figure 6. അപ്പം നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് മടക്കി. എന്തിന്? Yനെ ഈ P നമ്മൾ P Q എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു Pൻ്റെയും Qൻ്റെയും മിഡിൽ പോർഷനിലേക്ക് Y നമ്മൾ മടക്കി. ഓക്കെ, നെക്സ്റ്റ് 6. അപ്പം P Qനെ മടക്കിയാനോട് കാണുമ്പോൾ ഇനി ഫോൾഡ് കോർണർ Q ടു ടച്ച് X. Qനെ എന്ത് ചെയ്യണം? Xലേക്ക് ടച്ച് ചെയ്യുന്ന പോലെ ഫോൾഡ് ചെയ്യണം. അതാണ് ഫിഗർ 6. ഓക്കെ, അതാണ് ഫിഗർ 7. ഓക്കെ, ഈ Qവിനെ ഈ Xലേക്ക് ടച്ച് ചെയ്യുന്ന പോലെ മടക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. മാർക്ക് A B ഓൺ ദ ബോട്ടം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്. ഇൻസേർട്ട് കോർണർ
പി. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എ ബി എന്ന് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇൻസേർട്ട് കോർണർ പി. പീനെ നമ്മൾ എന്ത് ചെയ്യണം? എയിലേക്ക് മടക്കണം. ഈ പീനെ നമ്മൾ എയിലേക്ക് മടക്കണം. ഇൻസേർട്ട് കോർണർ ക്യൂ ടു ബി. കോർണർ ക്യൂവിനെ എന്താക്കണം? ബിയിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. മടക്കല്ല ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യണം. ടേൺ ദ പേപ്പർ അപ്സൈഡ് ഡൗൺ. എന്നിട്ട് അതിനെ തല തിരിച്ചു വെക്കണം. പേപ്പറിന്റെ തല തിരിച്ചു വെക്കണം. ഡ്രോ 2 ഐസ്, നോസ് ആൻഡ് മൗത്ത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിഗർ കിട്ടും. അപ്പം നമുക്ക് അതിന് കണ്ണും ചിരിക്കുന്ന ഒരു വായും വരച്ചു കൊടുക്കണം. ഡ്രോ ആൻഡ് കട്ട് 2 ഇയേഴ്സ് ആസ് ഷോൺ. എന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ട് 2 ഇയേഴ്സും കൂടെ അതിൻ്റെ സൈഡിൽ വരച്ചു വെക്കണം. യുവർ കോർണർ ബുക്ക് മാർക്ക് ഈസ് റെഡി നൗ. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു കോർണർ ബുക്ക് മാർക്ക് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് ആയിട്ടുള്ള ബുക്ക് മാർക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പം കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആക്ടിവിറ്റീസും അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതേപോലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു സോ മച്ച്.